എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. എന്താ പ്രശ്നം? ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. ഇവിടെ എല്ലാരും എനിക്ക് ഒരുപോലെ അല്ല. അഭിഷേക് ബിഗ് ബോസ് കടന്ന് ഇങ്ങോട്ട് വരരുതായിരുന്നു. ഓവർ സ്മാർട്ട് ആവുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത്രയ്ക്ക് ഓവറാകരുത്. അതിനൊന്നും ഇല്ല. അല്ല സർ, ഈ പശുവിനെ പറ്റി 10 വാചകം എഴുതാൻ പറയുമ്പോഴേ അതിനെ പിടിച്ച് തെങ്ങെ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി 10 വാചകം എഴുതുന്ന പോലെ ഉണ്ടല്ലോ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. പ്രഭാകരനോടൊരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കാൻ നോക്കരുത്. മാനിപ്പുലേറ്റ് ചെയ്യുന്ന നിന്നെ പോലുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ പ്രശ്നം നീ എന്തിനാണ് എന്റെ നീ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുവല്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. സംസാരിക്കാൻ താല്പര്യമില്ലടി. നിന്നോട് താല്പര്യമില്ല. എന്തൊരു ചൊറച്ചില്. ചോദിച്ചിട്ട് കിട്ടിയല്ലോ. നിന്നെ പോലുള്ള അലവലാദികൾ എവിടെയും കാണും. അലവലാതി നീയാടി, നീയാ. നിനക്ക് പറ്റിയതാ 50 ദിവസം ഇരുന്നില്ലേ? നമ്മൾ പറഞ്ഞു പിടിച്ചില്ലേ? മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. അയ്യോ, പേടിക്കാൻ പറ്റിയ സാധനം. നിന്നെ മോൻ കൊണ്ട് പേടിക്കാൻ അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.